ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടാബുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. ടാബിൽ നമുക്കിപ്പോൾ ഒരു ടാബിൽ ക്രെഡിറ്റ് തരുമ്പോൾ ആ പൈസ നമുക്ക് ഡയറക്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല, നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ നാട്ടിലേക്ക് പൈസ ഇപ്പോൾ അല്ല അൻസാരി വഴിയൊക്കെ അയക്കുന്ന കാലമൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തിട്ടില്ല. അതല്ലാതെ ഡയറക്റ്റ് നമ്മൾ ബോട്ടിം വഴിയോ മറ്റേ അസ്മര വഴിയോ ഒന്നും ഡയറക്റ്റ് എടുത്തിട്ട് അയക്കാൻ പറ്റില്ല. എന്നാൽ ആ പൈസ നമുക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ കറണ്ട് ബില്ല് അടക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഷാർജയിലുള്ളത്. ഈ ഷാർജയിൽ സേവ എന്ന് പറയും, ഇവിടുത്തെ വാട്ടർ ഇലക്ട്രിസിറ്റിയുടെ അതോറിറ്റിയുടെ ഒരു ഇതാണ് സേവ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സേവയിൽ നമുക്ക് കറണ്ട് ബില്ല് അതിൻ്റെയൊക്കെ ബില്ലടക്കാൻ പറ്റും. അത് എങ്ങനെയാണ്, അതായത് ഇപ്പോൾ നമ്മളെ ടാബിൽ ഒരു 4000 ദിർഹംസ് അല്ലെങ്കിൽ 5000 ദിർഹംസ് ഒക്കെ ക്രെഡിറ്റ് കിടക്കുന്നുണ്ട്. നമുക്കൊരു 2000 3000 ഒക്കെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ ഈ പൈസ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കറണ്ട് ബില്ല് അടക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയുണ്ട്, ഇനിയിപ്പോൾ എടുത്ത് അടക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 2000 ദിർഹംസാണ് നമുക്ക് ബില്ല് വന്ന് വിചാരിക്കാം. ഈ 2000 ദിർഹംസ് നമുക്ക് ടാബിലെ ക്രെഡിറ്റിൽ നിന്ന് എടുത്ത് ഈ ബില്ലടക്കാം. ബില്ലടക്കുമ്പോൾ നമുക്ക് ആ പൈസ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കിടക്കും. 4 മാസത്തെ അടവിന് പലിശ അല്ലാതെ കിടക്കും. ഇനി 6-8 മാസമൊക്കെ ഉണ്ട്, അത് പലിശയാണ്. അത് എന്തായാലും ഞാൻ പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ്, അത് ചെയ്യാതിരിക്കാൻ നല്ലത്. പലിശ ഇല്ലാതെ തന്നെ 4 മാസം നമുക്ക് അടവിന് കിട്ടും. അപ്പോൾ ഈ പൈസ നമുക്ക് 4 മാസമായിട്ട് അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ആപ്പിൾ സ്റ്റോറിലോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഈ സേവയുടെ ഒരു ഇത് ഡൗൺലോഡ് ചെയ്യുക. ഒരു ആപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ യു ഐ പാസ് വെച്ചിട്ട് ചെയ്യാം. അതല്ലാതെ തന്നെ ഇതിൽ ഗസ്റ്റായിട്ട് പോകാം. അത് നമുക്ക് അക്കൗണ്ടൊന്നും ഇല്ലാതെ തന്നെ പോകാം. എന്നിട്ട് ഈ കാണുന്ന ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ അക്കൗണ്ട് നമ്പർ ചിലപ്പോൾ കറണ്ടിൻ്റെ ബില്ലൊക്കെ വരുന്നൊരു അക്കൗണ്ട് നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ ഇതിൽ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ട് കണ്ടിന്യൂ ഇത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് നമ്മൾ അതിൽ ഡീറ്റെയിൽ ഇപ്പോൾ ആ നമ്പറിൻ്റെ ആ ഡീറ്റെയിൽസ് അതിൽ കാണിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എമൗണ്ട് എത്ര എന്നുള്ളത് നോർമലി അത് നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ തന്നെ ആ കറണ്ട് ബില്ല് എത്ര എമൗണ്ട് ഉള്ളത് കാണിക്കും. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ അടച്ച ബില്ലിൻ്റെ ഒരു നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഏതിലാണ് പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് ചോദിക്കുന്നത്, പേയ്മെൻറ്റ് മെത്തേഡ് അത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു എമൗണ്ട് എത്ര അടക്കേണ്ടി എന്നുള്ളത് ഇത് ഒരു ഉദാഹരണത്തിന് കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അടക്കേണ്ട എമൗണ്ട് അതിൽ കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5000 ദിർഹംസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഈ പേയ്മെൻറ്റ് മെത്തേഡിലാണ് നമ്മൾ ടാബ് വഴി പേയ്മെൻറ്റ് ചെയ്യണത്. നമ്മൾ ടാബ് ഓൾറെഡി അതിൽ വാലറ്റിൽ കയറ്റി വെക്കണം കേട്ടോ. അങ്ങനെയാണ് അത് ചെയ്യുക. അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ടാബിയുടെ കാർഡ് നമ്പർ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയുള്ളൂ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഈ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഫീ കൊടുക്കണം. 10 ദിർഹംസിൻ്റെ ഒരു ഫീയും പിന്നെ എന്തൊരു ട്രാൻസാക്ഷൻ ഫീയും എനിക്ക് തോന്നുന്നത് 45 ദിർഹംസോ അങ്ങനെ എന്തോ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെ നടക്കുമ്പോൾ. നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ ആ ബില്ല് സേവയുടെ ബില്ല് എടുത്ത് നോക്കിയാൽ കറക്റ്റ് എമൗണ്ട് കാണിക്കും. ആ കറക്റ്റ് എമൗണ്ട് അടക്കേണ്ടിയുള്ളൂ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ടാബിൽ നിന്ന് ഇങ്ങോട്ട് പൈസ എടുത്ത് അടക്കുമ്പോൾ അതിൻ്റേതായൊരു പൈസ എക്സ്ട്രാ പോവും. അപ്പോൾ നമ്മൾക്ക് ഞാൻ പറഞ്ഞത് ചില ടാബിൽ നിന്ന് പൈസ നമുക്ക് എടുക്കാം. 2000 3000 ഒക്കെ ടാബിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ 5000 കിടക്കുന്നുണ്ട്. അപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട് ബില്ല് അടക്കേണ്ട പൈസ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടാബ് വഴി അടച്ചിട്ട് ആ പൈസ നമുക്ക് കയ്യിൽ വെക്കാം. ആ ടാബിൽ നിന്ന് ആ പൈസ കറണ്ട് ബില്ല് അടക്കം ചെയ്യാം. അങ്ങനെ ആ ടാബിലെ പൈസ നമുക്ക് ക്യാഷ് ആയിട്ട് കയ്യിലേക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.